അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന വളരെയധികം വെല്ലുവിളികളുള്ള ഒരു ഫീൽഡാണ് ഫാഷൻ. ഫാഷൻ്റെ ഈ കളർഫുള്ളായ ലോകത്തേക്ക് മോഡലിങ്ങിനായും ഡിസൈനിങ്ങിനായും ഫോട്ടോഗ്രാഫിക്കായും ഒക്കെ എത്തിച്ചേരുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. ഐ എം ജവഹർ. ഞാൻ മോഡൽ ടേൺഡ് ആങ്കറാണ്. റിച്ചാർഡ് ആൻ്റണി എന്ന ഫോട്ടോഗ്രാഫർ, ഫാഷൻ ഫോട്ടോഗ്രാഫർ. അദ്ദേഹത്തിന് എനിക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഒരു ഇവൻറ്റിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ്, ഫ്രെയിംസ്, അത് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നു. ഞാൻ ആദ്യം പരിചയപ്പെടുമ്പോൾ അത്രയും വിചാരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് പരിചയപ്പെട്ടപ്പം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, എന്താ പറയുക, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ്, അതിപ്പം വൈൽഡ് ലൈഫ് ആയാലും സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫ്സ് ആയാലും. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബിക്കിനി ഷൂട്ട് നടത്തിയൊരു ഫോട്ടോഗ്രാഫർ റിച്ചാർഡാണെന്നുള്ളതാണ്. എനിക്ക് വളരെയധികം സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലൊരു ബാംഗ്ലൂർ വെച്ചിട്ടൊരു ഫ്രെയിം സെറ്റ് ചെയ്ത് അദ്ദേഹം ഒരു ഫോട്ടോ എടുത്തു. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് അത് വേറെ ഏതോ രാജ്യത്ത് ചെയ്താണ്, ഒരു യൂറോപ്യൻ മോഡലിനെ വെച്ചിട്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രെയിമുകളും ഏറ്റവും കൂടുതൽ യൂറോപ്യൻ അല്ലെങ്കിൽ വിദേശ മോഡൽസിനെ വെച്ചിട്ട് ഫോട്ടോഗ്രാഫ്സ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ യുണീക്കായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫറാണ് റിച്ചാർഡ് ആൻ്റണി. ഇപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേ ആണ്. അത് ഭയങ്കരധികം നമ്മളെ അത്ഭുതപ്പെടുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ റിച്ചാർഡിനുള്ളൊരു കഴിവ് നമ്മളെ അത്ഭുതപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് തോന്നുന്നു ബിക്കിനി ഷൂട്ട് ഔട്ട്ഡോർ ചെയ്യുമ്പോഴുള്ള ഒരു സ്ട്രഗിൾസ് എല്ലാം അതിജീവിച്ചിട്ട് അദ്ദേഹം കോഴിക്കോടൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഒരു ഫോട്ടോ ഷൂട്ട് നടത്തിയിരുന്നു, ബിക്കിനി ഷൂട്ട് നടത്തിയിരുന്നു. അത് വളരെ ഔട്ട്ഡോർ ആയിരുന്നു. പക്ഷെ നമുക്ക് ആ ഫ്രെയിമുകൾ കാണുമ്പോൾ നമുക്ക് കേരളമാണോ എന്ന് പോലും അത്ഭുതപ്പെട്ടു പോകുന്നൊരു ഫ്രെയിംസാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുള്ളത് വിദേശ ഫോട്ടോഗ്രാഫർ, വനിതാ ഫോട്ടോഗ്രാഫറാണ്. അത് എമിലി സോട്ടോ. ഇന്ത്യൻ ഫോട്ടോഗ്രാഫേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ ദാബൂർ റത്താനി, അതുൽ കസ്പേക്കർ, പിന്നെ കേരള ബേസ്ഡ് ആയിട്ടുള്ള രാജൻ പോൾ, അനീഷ് ഉപാസന, എബ്രിഡ് ഷൈൻ, മാർട്ടിൻ പ്രക്കാട്ട്. ഇവരൊക്കെയാണ് എനിക്ക് ഇവിടെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ഫാഷൻ ഫോട്ടോഗ്രാഫിയിലേക്ക് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്. വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. വീട്ടിൽ അമ്മ ആദ്യം ഞാൻ ഈ ബിക്കിനിയൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും അമ്മ ചോദിക്കുന്നത് എന്ത് ഫോട്ടോയാണെന്ന് ചോദിക്കും. ഇപ്പോൾ അമ്മ നല്ല സപ്പോർട്ടാണ്. ഫ്രണ്ട്സ് ആണെങ്കിലും തമാശയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കളിയാക്കും ബിക്കിനി ഫാഷൻ ഇതൊക്കെ കാണുമ്പോൾ. ഇപ്പോൾ എല്ലാവരും ഫോട്ടോസ് നമ്മളുടെ ഔട്ട് കണ്ട പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഞാൻ ഈ ഫാഷൻ ഫീൽഡിലേക്ക് വരാൻ ഫസ്റ്റത്തെ എനിക്ക് ഒരു ചാൻസ് തന്നത് നിസാർ ഷാസിനാണ്, ഗ്രീൻ ഹോപ്പർ മോഡൽ മാനേജ്മെൻറ്റ്. നിസാർ ഒരു ഫാഷൻ കൊറിയോഗ്രാഫറാണ്. പിന്നെ സിയോൺ ക്രിയേഷൻ, മൻസൂർ ജാസ്, പിന്നെ ഒരുപാട് പേരുണ്ട് ഈ ഫീൽഡിൽ. പുതുതായിട്ട് വരുന്ന ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്,
ഒരിക്കലും പൈസ മോഹിച്ച് ഈ ഫീൽഡിലേക്ക്, ഈ ഫാഷൻ ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് വരരുത്. നമ്മളൊരു പാഷൻ്റെ പുറത്ത് വരിക. അതിൻ്റെ ബിഹൈൻഡിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അതിനുണ്ട്. ഈ ഗ്ലാമറിനപ്പുറം കടുത്ത പാഷൻ ഉണ്ടെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യാനും ടാലൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനാവൂ എന്നാണ് റിച്ചാർഡിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മറ്റൊരു പുതിയ കരിയർ ഓപ്ഷനുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഔട്ട് ഓഫ് ദി ബോക്സ് ഇനി അടുത്ത ആഴ്ച.